നമസ്കാരം. മഹാദേവന്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വളരെ അടുത്ത ഒരു വ്യക്തിബന്ധം. ആ ബന്ധത്തിൽ നിങ്ങൾ കുറേയധികം വേദന അനുഭവിക്കുന്നുണ്ട്. അതിന് ഈശ്വരൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്തൊക്കെ വഴികളാണ് കാട്ടിത്തരുന്നത്? ശരിക്കും നിങ്ങളുടെ മനസ്സിനൊരു ഹീലിംഗ് ആവശ്യം തന്നെയാണ്. ആ ഒരു വ്യക്തിയുമായിട്ടുണ്ടായ അകൽച്ചയ്ക്ക് പലവിധ കാരണങ്ങൾ തന്നെ ഉണ്ടാകും. മറ്റ് വ്യക്തികളുടെയോ എന്തെങ്കിലും വസ്തുക്കളുടെയോ സാമ്പത്തികത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചില വാക്കുകളുടെ പോലും മുറിവേൽപ്പിക്കുന്ന ചില വാക്കുകൾ തന്നെ ആയിരിക്കും ആ ഒരു അകൽച്ചയ്ക്ക് കാരണം. അങ്ങനെ എന്താണ് അടുത്തതായിട്ട് ആ ഒരു ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള വേദന അകറ്റാനായി ഈ പ്രപഞ്ചശക്തി എന്ത് വഴികളാണ് കാണിച്ചു തരുന്നത്? ശരിക്കും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിന് ഈശ്വരൻ സഹായിക്കുക തന്നെ ചെയ്യും. ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. നിങ്ങൾ വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിന് പ്രപഞ്ചശക്തിയുടെ സഹായം പലതരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുക, സന്തോഷത്തോടെ നിങ്ങളിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി തന്നെയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരു മെച്ചപ്പെട്ട വ്യക്തിയായി തന്നെ ഇപ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അത് ഒരുമിപ്പിച്ചത് ചങ്ങലക്കെട്ടുകൾ കൊണ്ടായിരുന്നില്ല, നൂറുകണക്കിന് നേർത്ത നൂലുകൾ കൊണ്ട് തന്നെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ബന്ധം. അത്രത്തോളം സുഖകരമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ആയിരുന്നു. അവരില്ലാതെ എങ്ങനെ നിങ്ങൾ കഴിയുന്നു എന്ന് ഓർമ്മിക്കാനാവുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ തന്നെ നിങ്ങൾ നിന്നിരുന്നു. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നല്ല ക്ഷമ വേണ്ടി വരുന്ന സമയങ്ങൾ തന്നെയാണ്. ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർ ഇല്ലാതാകുന്നത് വലിയ വേദനയും നൽകുന്നു. വൈകാരികമായിട്ട് ശരിക്കും നിങ്ങൾ നല്ല അടുപ്പത്തിൽ തന്നെ ആയിരുന്നു. പിണങ്ങിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു വില മനസ്സിലാകുന്നത്. ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന സമയങ്ങളിലെല്ലാം സന്തോഷിച്ചു. മറ്റൊരു സമയത്ത് ഒരുമിച്ചിരുന്ന് ഒരു വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ അസ്വസ്ഥതകളിലേക്ക് നീങ്ങി. സംഭാഷണങ്ങൾ പോലും എല്ലാം ഇപ്പോഴും അവസാനിക്കുന്നത് ഒരു വിപരീത ഫലം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്കായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ തന്നെ ആ ഒരു ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുകയായിരുന്നു. പിണക്കങ്ങളോടെ ആയിരുന്നു അത് അവസാനിച്ചത്. പരമാവധി തന്നെ നിങ്ങൾ ശ്രമിച്ചു അങ്ങനെ ആയി തീരാതിരിക്കാൻ, പക്ഷേ അത് അങ്ങനെയൊക്കെ തന്നെ ആയി തീർന്നു. ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു തലത്തിലേക്ക് പോയി. ഈ ഒരു ബന്ധത്തിൻ്റെ പ്രാരംഭഘട്ടം നിങ്ങൾ വളരെയധികം ആസ്വദിക്കുക തന്നെ ചെയ്തു. ഒരു ചെറിയ സ്പർശമോ ഒരു നോട്ടമോ പോലും ആ വ്യക്തിയിൽ ഒരു പ്രത്യേക രസതന്ത്രം തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നു. അത് അസ്തമിച്ചു പോയതിൽ വളരെയധികം വിഷമമുണ്ട്. എപ്പോഴൊക്കെയോ എന്തൊക്കെയോ വസ്തുക്കളുടെ അല്ലെ വ്യക്തികളുടെ സ്വാധീനത്തിൻ്റെ പുറത്താണ് ആ വ്യക്തിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നത്. നിങ്ങൾക്ക് അനുകൂലമായ പ്രവൃത്തികൾ അവർ ചെയ്യുന്നത് ഒട്ടും തന്നെ ഇല്ലാതാക്കിയത് മറ്റു ചില കാര്യങ്ങൾ തന്നെയാണ്. ഒരു വേള ആ വ്യക്തി പല കാര്യങ്ങൾക്കും അടിമപ്പെടുക തന്നെ ചെയ്തു. അത് നിങ്ങൾക്ക് കുറേയൊക്കെ അറിയുവാനായിട്ട് സാധിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ സഹിക്കുകയായിരുന്നു. സ്വയം സ്നേഹിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കുവാൻ കഴിയും? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു. അവർ അവരുടെ സ്നേഹം പുറത്ത് കാണിക്കുകയില്ല. മറ്റൊരാളെ അവർക്ക് പകരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഏറ്റുവാനും കഴിയുന്നില്ല. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു. പല കാര്യങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ അകൽച്ചയ്ക്ക് കാരണമായി വന്നത്. പക്ഷേ ഒന്നുകൊണ്ടും ഇപ്പോൾ വേദനിക്കരുത്. കാരണം നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളിടത്തോളം നിങ്ങൾക്ക് മനസ്സിൽ യാതൊരു വേദനയും ഉണ്ടാകാനിടയില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനാവും. എന്തൊക്കെ വേദനയിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ ഒരു ധൈര്യമുണ്ട്. ആദ്യമൊക്കെ ആ ധൈര്യം നിങ്ങൾ പുറമേ കാണിക്കുകയായിരുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമാവുകയാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ ഇനി നിലനിൽക്കുവാൻ പോകുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ബന്ധം വേണമെന്ന് ഉണ്ട്. അവരെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അവരെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പലതവണ ശ്രമിച്ചു.
പക്ഷേ അതൊന്നും സാധിച്ചില്ല. ആ ഒരു വൈബ്രേഷൻ, രണ്ട് വ്യക്തികളിലും രണ്ട് തരത്തിലാണ് വൈബ്രേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആകർഷണത്തിനുള്ള സമയമായിട്ടില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അതിലേക്ക് തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത് നന്മ വരുത്തും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചശക്തിയോട് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് തന്നെ അറിയാം, എത്ര തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ കാര്യങ്ങൾ സംഭവിച്ചാലും അവരുടെ സ്വഭാവത്തിലുള്ള ചില മാറ്റിമറിച്ചിലുകളുണ്ട്. അതിന് ചിലപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ തീവ്രമായിട്ടുള്ള നിങ്ങളുടെ ഒരു സ്നേഹമായിരിക്കാം, അതിനെയെല്ലാം ക്ഷമിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകും. ചിലപ്പോൾ അവരുടെ മറ്റൊരു മുഖം നിങ്ങളെ ഭയപ്പെടുത്തിയിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു ബന്ധത്തിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സൂചന തരുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ നന്മ ഏത് ഭാഗത്താണ് അത് തിരിച്ചറിയണം. ഈ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സേഫായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഈ പ്രപഞ്ചശക്തി അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാട്ടിത്തരും എന്ന് വിശ്വസിക്കുക. ആ ഒരു വ്യക്തിക്കൊപ്പം നിങ്ങൾ സന്തോഷം നിലനിർത്തും എന്ന് വലിയ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ ഒരു വേർപിരിയൽ തന്നെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരും. നിങ്ങളുടെ ആ ഒരു നില സ്വയം നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പുതിയ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും സാധിക്കും. സ്വയം സ്നേഹിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. ഈ ഒരു വ്യക്തി കുറച്ച് നാളുകളായി തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കും എന്ന് ഈ പ്രപഞ്ചശക്തിക്ക് അറിയാമെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് മറ്റൊരു വഴി കാട്ടുക തന്നെ ചെയ്യും. ജീവിതത്തിലേക്ക് ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. ജീവിതത്തിൽ ഒരു ബന്ധം നിലനിർത്തുന്നതിനായി ഒരുപാട് നിക്ഷേപം തന്നെ വേണ്ടി വരുന്നു. സ്നേഹത്തിന് മാത്രമല്ല, സമ്പത്തിനും ചിന്തകൾക്കും വസ്തുക്കൾക്കും അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനും വരെ അവിടെ നമ്മൾ അതെല്ലാം നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ അവിടെ ചിലപ്പോൾ നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതൊന്നുമല്ലാതെ മറ്റു പല വ്യക്തികൾക്കും അവിടെ സ്വാധീനിക്കാനുമാകും. അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്നേഹമെന്നത് കേവലമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു വ്യക്തി എല്ലാം മറന്ന് നിങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരെത്തി എന്ന് തന്നെ കരുതുക. നിങ്ങൾ വീണ്ടും ഒരു ജീവിതം പുനരാരംഭിക്കുകയല്ല, വീണ്ടും അത് തുടങ്ങുകയാണ് എന്ന് തന്നെ കരുതുക. ഒരു പുതിയ ബന്ധമാണെന്ന് കണ്ട് പഴയ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. ആദ്യത്തെ കാര്യങ്ങളെല്ലാം അത് അവസാനിച്ചു കഴിഞ്ഞു. രണ്ടുപേരും ഒരുപാട് തന്നെ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ജീവിതത്തിലേക്ക് പോവുക. എന്തെല്ലാം തന്നെ ചെയ്താലും വീണ്ടും പഴയ പ്രശ്നങ്ങൾ ആവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഈ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അത് നിലനിർത്തേണ്ടുന്നത് ഈ പ്രപഞ്ചശക്തി അതിനായിട്ട് നിങ്ങളെ സഹായിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു പുഴുവിനെ പോലെ വീണ്ടും ജീവിതം കാർന്നു തിന്ന് നശിപ്പിക്കുമെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വഴിതിരിച്ച് മറ്റൊരിടത്തേക്ക് തന്നെ നയിക്കും. ഒരു ബ്രേക്കപ്പിൻ്റെ വേദന തീവ്രമായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ ശരിക്കും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഹീലിംഗ് ടൈം തന്നെയാണ്. അവിടെ നിങ്ങൾ കുറച്ച് ദിവസം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പലതും ചെയ്യാനാവും. നിങ്ങളുടെ കുടുംബത്തോട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് അവരുടെ സ്നേഹം അവിടെ തന്നെ ഉണ്ട്. അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അവരോടൊപ്പം നിങ്ങളുടെ ജീവിതം ചിലവഴിക്കാം. ഈശ്വരനോട് നിങ്ങൾക്ക് അടുക്കാം. എല്ലാത്തിനും ഉത്തരം അവിടെയുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളെ തന്നെ സ്നേഹിക്കാം. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളെ സംരക്ഷിക്കുക. മറ്റൊരാൾക്ക് എങ്ങനെയാണോ നിങ്ങൾ സന്തോഷം കൊടുക്കുന്നത് അതുപോലെ നിങ്ങളെ തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. എന്തെങ്കിലും വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക. മനസ്സിനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുക. കുറച്ച് നാൾ അങ്ങനെ തന്നെ തുടരുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ജീവിതം ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതൊരു പക്ഷേ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയാവാം, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാവാം. എന്തു തന്നെ ആയാലും ആ ഒരു ജീവിതം നിങ്ങളിലേക്ക്
സന്തോഷം കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഈ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ വളരെ അടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകളാണ് നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും തുണയും എപ്പോഴും ഉണ്ടാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്.